മഹാത്മാഗാന്ധിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇന്ത്യയോ അത് മഹാത്മാഗാന്ധി അറിയുന്ന ആരും അത് അംഗീകരിക്കില്ല. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നതാണ് വയനാട്ടിലെ ആദിവാസികൾ. അവരുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് എന്നും സങ്കടം തോന്നാറുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു പോകുമല്ലോ ദൈവമേ എന്ന് ഓർക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ഏത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് തരം പാരയുമായി വരുന്നവരെയും ഈശ്വരൻ തന്നെ ശിക്ഷിക്കും. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ നമ്മുടെ ഇപ്പൊ നേരത്തെ ഇനീക്വാളിറ്റി ലാബ്, അസമത്വ ലാബിന്റെ പഠനം കാണിക്കുന്നത് പോലെ വലിയ തോതിൽ ഇനീക്വാളിറ്റി ഉള്ള ഇന്ത്യയെ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാം, ഞാനും നിങ്ങളും ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ ഇവിടുത്തെ പാപങ്ങളെ അവരുടെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് പതുക്കെ പൊടി തട്ടി എടുക്കാൻ പറ്റും, എങ്ങനെ. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നതാണ് വയനാട്ടിലെ ആദിവാസികൾ. അവരുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് എന്നും സങ്കടം തോന്നാറുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു പോകുമല്ലോ ദൈവമേ എന്ന് ഓർക്കാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് അവർക്ക് വേണ്ടി ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവുക, അവരെ സാധാരണക്കാരുടെ മെയിൻ സ്ട്രീം പോപ്പുലേഷനെ പോലെ ശക്തരാക്കി ആത്മവിശ്വാസമുള്ളവരാക്കി നമ്മുടെ കൂടെ ചേരുന്ന ഒരു കാലം കൊണ്ടുവരണമെന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഞാനാണ്. പക്ഷേ ഈ പാവപ്പെട്ട എനിക്ക് എൻ്റെ പെൻഷനും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെ എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഞാനാണ് പറയുന്നത്, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് തരം പാരയുമായി വരുന്നവരെയും ഈശ്വരൻ തന്നെ ശിക്ഷിക്കും. കാരണം അത് ഈ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന കോടിക്കണക്കിന് പേരുടെ ശാപമാണ് അവരെ പിൻപറ്റുക. ആ ശാപത്തിന്റെ ഉഗ്രത കൊണ്ട് തന്നെ, കാഠിന്യം കൊണ്ട് തന്നെ അവരൊരു പാഠം പഠിച്ച് അവർ പിരിഞ്ഞു പോകും. അതായത് അവരുടെ ഭരണം ഒക്കെ വിട്ട്, ഭരണചക്രത്തിൽ നിന്നൊക്കെ അവർ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു കാലം വരുമെന്നത് അവർ ഓർത്തിരിക്കണം. എന്നിട്ട് വേണം ഇത്തരക്കാർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് അവർ മുൻപോട്ട് വരാനായിട്ട്. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നോർക്കണം. തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 90% ഫണ്ട്, അതായത് 2005 അത് കൊണ്ടുവരുമ്പോൾ, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അത് കൊണ്ടുവരുമ്പോൾ LDFും ഒക്കെ വളരെ ശക്തമായി അതിനു വേണ്ടി വാദിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു. അത് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നു. അത് മാത്രവുമല്ല, 90% ഫണ്ട് കേന്ദ്രവും 10% ഫണ്ട് മാത്രം, അതായത് ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ അങ്ങേയറ്റം ആദരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഗവൺമെന്റുകളാണ് 2014 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നോർക്കണം. അതിനുശേഷമാണ് ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിലൊക്കെ ഭയങ്കരമായിട്ട് കൈകടത്തലുകൾ നടത്തി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിനെയൊക്കെ വെട്ടിച്ചുരുക്കുന്നു. അതായത് 68 സ്കീംസ് ഉണ്ടായിരുന്നതിനെ വെട്ടിച്ചുരുക്കി 28 അംബ്രല്ല സ്കീംസ് ആക്കി മാറ്റുന്നത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഈ പറയപ്പെട്ട സ്കീംസിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഷെയർ വർദ്ധിപ്പിച്ചത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അതേ സമയത്ത് അപ്പോ നമ്മൾ ഓർക്കണം, എല്ലാ തരത്തിലും ഫെഡറൽ സംവിധാനത്തിന് പാരവെക്കുന്ന പരിപാടികളുമായിട്ട് ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ കഴുത്ത് ഞെരിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവുമായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 90.10 എന്ന് പറയുമ്പോൾ 90% കേന്ദ്രവും 10% മാത്രം സംസ്ഥാനങ്ങളുമായിരുന്നു നടത്തിയിരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ 100 ദിനം തൊഴില് എന്നുള്ളതായിരുന്നു ഗ്യാരണ്ടി. അത് സംസ്ഥാന ഗവൺമെന്റുകളുടെ താല്പര്യം അനുസരിച്ച് കുറച്ച് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടാലും ആ ഫണ്ട്, അതിന്റെ കണക്കുകൾ കൊടുക്കുന്നതിനനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ആ ഫണ്ട് കൂടി കിട്ടുമായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി സത്യത്തിൽ ഇന്ത്യയുടെ വരുമാനം GDPയുടെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെയുള്ള കണക്ക്, അതായത് 40%, 1% അനുഭവിക്കുന്ന ആ ഇന്ത്യയില് ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ, ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാവപ്പെട്ടവർ അന്നം കഴിച്ച് മുന്നേറിക്കൊണ്ടിരുന്നത്. ആ പാവങ്ങൾക്ക് കത്തിവെക്കത്തക്ക രീതിയിൽ അപ്പൊ തൊഴിൽ ചെയ്യാൻ തയ്യാറുണ്ടോ? ശരി, തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം മിനിമം, അതിനേക്കാൾ കൂടുതൽ ആ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ ജോലി കിട്ടിയിരിക്കും. അപ്പൊ 365 ദിവസത്തിൽ ഒരു ദിവസം എങ്കിലും 180 രൂപ വീട്ടിൽ വരുന്നു. അപ്പൊ ഒരാഴ്ചയില് 2-3 ദിവസമെങ്കിലും വീട്ടില് 180 രൂപ വെച്ച് വരുന്നു വരുമാനം.
അതിന്റെ ആഹാരമെങ്കിലും ആ വീട്ടിലുണ്ട്, അതിന്റെ ഉടുപ്പ് ആ വീട്ടിലുണ്ട്, അതിന്റെ വിദ്യാഭ്യാസം ആ വീട്ടിലുണ്ട് എന്ന് വേണം നമ്മൾ കാണാൻ. അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഡിമാൻഡ് ഡ്രിവൺ, ജോലി ചെയ്യാൻ കഴിവുണ്ടോ ജോലി ചെയ്യാം, ആയിരുന്നു അവസ്ഥ. അതിൽ നിന്നാണ് ഇനി സപ്ലൈ ഡ്രിവൺ ആയിട്ട് ഇത് മാറാൻ പോകുന്നു. എന്ന് വെച്ചാല് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വെട്ടി കുറച്ച് കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടി കുറച്ച് സംസ്ഥാനത്തിന്റെ ഷെയർ കൂട്ടി. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഷെയർ കൂട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ മിക്കവാറും സ്വന്തം ഫണ്ട് കണ്ടെത്തി ഈ 100 ദിവസം എന്നുള്ളത് 120 125 ഒന്നും ആക്കാൻ പോവില്ല. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും കാണും അവരുടേതായ പ്രതിസന്ധികൾ. കാരണം വലിയ ഭാഗം വരുമാനത്തിന്റെ വലിയ ഭാഗം ഡയറക്റ്റ് ടാക്സസ് എല്ലാം കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ നോംസ് അനുസരിച്ചുള്ളത് മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുക. അപ്പൊ പൂവർ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടും. എന്ന് വെച്ചാല് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനൊക്കെ കൂടുതൽ കിട്ടും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ താരതമ്യേന റിച്ച് സംസ്ഥാനങ്ങളാണ്. ആ റിച്ച് ആയത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കഴിവ് കൊണ്ടല്ല, ഈ സംസ്ഥാനങ്ങളുടെ കഴിവ് കൊണ്ടാണ് സംസ്ഥാനങ്ങൾ റിച്ച് ആയത്. അതിനും അവർക്കൊരു ശിക്ഷ കൊടുക്കുന്നത് പോലെയാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ വഴി ഡയറക്റ്റ് ടാക്സസിനെ സംസ്ഥാനങ്ങൾക്ക് പങ്കിടുമ്പോഴും ഈ പറയപ്പെട്ട വിവേചനം റിച്ച് സംസ്ഥാനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. റിച്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദേശീയ വരുമാനം കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ റിച്ച് സംസ്ഥാനങ്ങൾക്കാണ് കുറവ് കിട്ടുന്നത്. ആ അവസ്ഥയൊക്കെയാണ് നിലവിലിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് സപ്ലൈ ഡ്രിവൺ ആയി, അതായത് ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്ന ഒരു സ്കീം സപ്ലൈ ഡ്രിവൺ, ഇഷ്ടം, അതായത് കൊടുക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും, ഇഷ്ടമുള്ളത്ര കൊടുക്കും. ഇനി കേന്ദ്രമാണ് എപ്പോ കൊടുക്കണേ, ആർക്ക് കൊടുക്കണേ, എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കേന്ദ്രത്തിന് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ദിവസം പണി കൊടുക്കാം, അതുപോലെ ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രം കൊടുക്കാം. പക്ഷെ അതിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് പറയാതെ പറ്റില്ല. അതായത് ഈ കേരളത്തിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ഏത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമില്ല. അത് കാരണം അവരെന്താ ചെയ്യുക, പറമ്പുള്ളത് സാധാരണ പണക്കാർക്കാണ് കേരളത്തില്, അല്ലാത്തവർക്കൊക്കെ 2 3 സെന്റ് ഭൂമി വീട് മാത്രമേ കാണുള്ളൂ, ഒരു കൊച്ചു വീടും. അപ്പൊ ഈ ഇവിടെ പണമുള്ളവർക്കാണ് കുറച്ച് റബ്ബർ എസ്റ്റേറ്റോ അല്ലെങ്കിൽ തെങ്ങും തോപ്പോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വസ്തുവകകളൊക്കെ ഉള്ളത്, വയലും ഒക്കെ ഉള്ളത്. അത്തരക്കാരുടെ പറമ്പ് കിളയ്ക്കാനോ ഒക്കെയാണ്, റോഡ് കിളയ്ക്കാനും ഒക്കെയാണ് ഇവരുടെ തൊഴിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർക്കണം, 90% കേന്ദ്രത്തിന്റെ ഫണ്ടും 10% സംസ്ഥാനത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് പണക്കാരുടെ പറമ്പ് കിളയ്ക്കാനാണോ വിടേണ്ടത്? അല്ല. അതിനേക്കാൾ എത്രയോ നല്ല, ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ബജറ്റിലേക്കൊക്കെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളില് അതിന് പകരമുള്ള സ്കീംസ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അതൊന്നും ഗവൺമെന്റ് കയ്യിൽ കണക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിന് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം, അതായത് സപ്ലൈ ഏതിനൊക്കെ തരും, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതൊക്കെ തൊഴിലുകൾ വരണം, പണമുള്ളവന്റെ പറമ്പ് കളിക്കാൻ തീർച്ചയായിട്ടും കേന്ദ്രം അനുവദിക്കില്ല, അത് നല്ലതാണ്. അപ്പം ഏതൊക്കെ സ്കീംസിനാണ് ഫണ്ട് തരിക, എന്തുമാത്രം ഫണ്ടാണ് ഓരോ സ്കീമിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു നിജസ്ഥിതി വരുന്നതും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ പോലും 60% ഫണ്ട് കേന്ദ്രവും 40% ഫണ്ട് സംസ്ഥാനവുമാണ് എടുക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന് ഒരു സേ ഉണ്ട് അതിനകത്ത്, എവിടെ എന്തൊക്കെ ചെയ്യണം, ചെയ്യിക്കണം. പിന്നെ സംസ്ഥാനത്തിന് വേറെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ആ പ്രയോറിറ്റി വളരെ നല്ലതാണ് എങ്കിൽ അതും പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പക്ഷെ എനിക്കറിയാം, CAG-യുടെ എന്താണ് അഡ്വൈസറി ബോർഡിൽ മെമ്പറായിരുന്ന കാലത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ CAG-യിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അവർ വഴിയായിട്ട് അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ എത്തിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ എന്തെങ്കിലും ഇമ്പാക്ട് ഇതിനകത്തുണ്ടോ ഇങ്ങനെ കൊണ്ട്, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു സേ ഉണ്ടാവുക. ആ സേ ഉണ്ടാകുന്നതിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം കൂടി പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന താല്പര്യങ്ങൾ, അതില് എങ്ങനെ ഈ ഫണ്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കണം എന്ന ഒരു തീരുമാനമാണ് കേന്ദ്രം പറയുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിന്റെ മുഖം ചായ മാറുന്നു. അത് തൊഴിലാളി വിരുദ്ധമാകുമോ, ദാരിദ്ര്യ വിരുദ്ധമാകുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്.
ഏതായാലും വിശദാംശങ്ങളെല്ലാം പുറത്തു വരട്ടെ. അങ്ങനെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഒന്നുകൂടി എന്താ പറയുക, അവലോകനം ചെയ്യണം. അവലോകനം ചെയ്ത് അതിന്റെ നന്മ തിന്മകൾ അറിഞ്ഞ് നമുക്ക് ഫിനാൻസ് മിനിസ്റ്റർക്കൊക്കെ അതേപറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അങ്ങനെ അത് ചെയ്യാനും പറ്റും. അപ്പോ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഈ മാറ്റം നന്മയിലേക്കാകണം. ഒരു കാരണവശാലും ഇതില്ലാതെ ആകരുത്. പേരിലെ മാറ്റം, അതായത് മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജ്, മഹാത്മാഗാന്ധിയുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹം അതിന്റെ 250-ാം പേജില് മൈ റാം ഡസ് നോട്ട് മീൻ റൂൾ ബൈ ഹിന്ദുസ്, രാമന്റെ ജാതി ഇന്ത്യ ഭരിക്കണം എന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. രാമൻ ദൈവമാണ്, അങ്ങനെ ആ ലോകം മുഴുവനും ഈശ്വരന്റെ വഴിയെ പോകണം എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ആ ഗ്രന്ഥത്തിൽ 250-ാം പേജിൽ പറയുന്നുണ്ട്. വില്ലേജ് സ്വരാജ് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു നോക്കുക. അതുമല്ലെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ മഹാത്മാഗാന്ധി എന്താണ് രാമനെ കൊണ്ട് ഉദ്ദേശിച്ചത്? റാം 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 എന്ന് അദ്ദേഹം എപ്പോഴും ചൊല്ലുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ആ 250-ാം പേജിൽ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് അദ്ദേഹം എഴുതിയിട്ടേ ഉള്ളൂ. ഞാൻ അതിന്റെ അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ, മഹാത്മാഗാന്ധിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇന്ത്യയോ മഹാത്മാഗാന്ധി അറിയുന്ന ആരും അത് അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം ദരിദ്രന്റെ കൂടെയായിരുന്നു. ദരിദ്രർക്ക് വേണ്ടി ആ വില്ലേജ് സ്വരാജ് എടുത്ത് നോക്കിയാൽ അറിയാം. അദ്ദേഹം ഇതുപോലെ അമ്പരചുംബികളായ 10-20 നിലയുള്ള കെട്ടിടങ്ങൾ പൊട്ടിക്കെട്ടിപ്പോക്കുന്നതിനെ പറ്റിയോ, രാം ടെമ്പിളിന് വേണ്ടി ചെലവഴിച്ച കോടികൾ, ആ കോടികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം മുഴുവൻ തുടച്ചു നീക്കാമായിരുന്നു. അതിപ്പോ ഇവിടെയുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വലിയ വലിയ ശൃംഖലകൾ കെട്ടിപ്പൊക്കി കോടാനുകോടികൾ ചെലവഴിക്കുമ്പോൾ അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഏത് റിലിജൻ ആണെങ്കിലും ഉപയോഗിക്കണം. അപ്പോഴാണ് ലോകത്ത് ദാരിദ്ര്യം ഇല്ലാതെയാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ പറയപ്പെട്ട എന്താ പറയുക, നമ്മൾ ഗാസ ഇസ്രയേൽ വാർ പോലെ തീവ്രവാദം ഉടലെടുക്കുന്നത് പട്ടിണിയിൽ നിന്നാണെന്ന് നമ്മൾ ഓർക്കണം. ഏതെങ്കിലും തീവ്രവാദ മൈൻഡ് ഉള്ളവൻ സാധാരണക്കാരെ പിടിച്ച് അവരുടെ തോക്കുകൾ കൊടുത്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ സ്വയം മരണം വരിക്കാൻ തയ്യാറായിട്ടുള്ള ചാവേറുകളായിട്ട് വിടുന്നത് ദാരിദ്ര്യത്തിന്റെ മുക്തിക്ക് വേണ്ടിയാണ്. നിനക്ക് ഇത്ര ലക്ഷങ്ങൾ കൂലി തരാം എന്നൊക്കെ പറയുമ്പോൾ അത് കുടുംബത്തിന് വാങ്ങി കൊടുത്തിട്ട് സ്വയം ചാവേറായി പോകുന്നവരാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് നമ്മൾ ചാപ്പ കുത്തുന്നവരൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഒക്കെ പുറകിലുള്ളത് മതത്തിന്റെ ഈശ്വരൻ വിചാരിക്കാത്ത മ്ലേച്ഛതയാണ്. എല്ലാ മതങ്ങളിലും മ്ലേച്ഛത തളം കെട്ടി കിടക്കുകയാണ്. ആ മതങ്ങളിലെ മ്ലേച്ഛത കളയാൻ പറ്റണമെങ്കിൽ മതങ്ങൾ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വലിയ ദന്തഗോപുരങ്ങൾ പണിയാതെ, മണിമേടകൾ പണിയാതെ, അമ്പലങ്ങളും പള്ളിമേടകളും പണിയാതെ ദരിദ്രരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് ദൈവത്തിന് മനുഷ്യവർഗത്തോട്, തൻ്റെ സൃഷ്ടിയോട് ഉള്ള ആ സ്നേഹം അവരിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.